Hi friends, welcome to my channel. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പോഹ റെസിപ്പിയാണ്. പോഹ എന്ന് പറഞ്ഞ അവൽ, നമ്മുടെ നാട്ടിലെ അവൽ. ഇതൊരു നോർത്തിൻ്റെ റെസിപ്പിയാണ്. മെയിനായിട്ട് മഹാരാഷ്ട്ര നോർത്ത് സൈഡിലാണ് ഈ റെസിപ്പി മെയിനായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതധികം ഫെമിലിയർ അല്ല. അവൽ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ്. നോർത്തിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടാണ് അവരിത് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സോളം അവലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അത് 2 മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതി. അധികം നേരം നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കരുത്, കാരണം ഇത് കുതിർന്ന് പോവും. അപ്പോൾ 2 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ലോണം സോഫ്റ്റായി വരും. അധികം നേരം ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുതിർന്ന് പോവും. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുക. അപ്പോൾ തൊട്ട് നോക്കി കഴിയുമ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ ചെയ്യാൻ പോണത്, ഇതെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ടിട്ട് അതിൽ നമ്മൾ വെള്ളം ഊറാനായിട്ട് വെക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. എൻ്റെ ഇനി അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾ കാണാനായിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി റിങ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരു 1.5 ടീസ്പൂൺ അത്ര മതിയാവും. അതിനുശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉപ്പും പഞ്ചസാരയും ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യണ ഏത് ഓയിലായാലും, ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ക്രഞ്ചി ആവുന്ന രീതിയിൽ, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ കപ്പലണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കടുകും നല്ല ജീരകവുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ നോർത്ത് റെസിപ്പിയിൽ നമുക്ക് മെയിനായിട്ട് ഈ ജീരകം മെയിനായിട്ട് ഓൾമോസ്റ്റ് ഓൾ റെസിപ്പീസിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജീരകം താല്പര്യമില്ലെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു ടീസ്പൂണോളം ജീരകമാണ് യൂസ് ചെയ്യണത്. വേണമെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ അങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിത് സ്കിപ്പ് ചെയ്യുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം മൂത്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ, ജീരകം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കാരണം പെട്ടെന്ന് തന്നെ ജീരകം കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സബോളയിൽ വെള്ളം ഇറങ്ങി ഈ സബോള ഒന്ന് വാടണ വരെ നമുക്ക് ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുക, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലെ വെള്ളം ഒന്ന് ഊറി വരുന്ന അത്രയ്ക്കും വെയിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി അധികമൊന്നും ആവശ്യമില്ല. ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സബോളയിൽ വെള്ളം പെട്ടെന്ന് ഇറങ്ങി വരാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സബോള വാടി വരാനായിട്ട് സഹായിക്കും. അതിനാണ് നമ്മളിതിൽ ഉപ്പ് ചേർക്കണത്. ഇപ്പോൾ സബോള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മതി. മഞ്ഞൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ മഞ്ഞൾ വാങ്ങി ഉണക്കി പൊടിപ്പിച്ച മഞ്ഞൾ യൂസ് ചെയ്യായിരിക്കും നല്ലത്. ഇപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിൽ അതിൽ കുറേ കെമിക്കലൊക്കെ ഉണ്ടാവും. ഇനി ഇപ്പോൾ സബോള വാടി നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് എരിവും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സബോള വഴറ്റണ സമയത്ത് വേണമെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കുറച്ച് സ്പൈസി കൂടി ആവും. പിന്നെ നമ്മൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇപ്പോൾ അവൈലബിൾ അല്ല, അത് കാരണമാണ് ഞാൻ കറിവേപ്പില ഇതിലിടാതിരുന്നത്. പിന്നെ മോൾക്കൊക്കെ കൊടുക്കണ കാരണം അധികം എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പച്ചമുളക് ഇടാതിരുന്നത്. അധികം എരിവായി അവൾ കഴിക്കില്ല, അത് കാരണം. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ സബോളയും ഇതിൻ്റെ എല്ലാ സൈഡിലേക്ക് ആവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം നാരങ്ങനീരും കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ നാളികേരം ചിരവിയതുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് പോഹ റെഡിയായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്ന, പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് അധികം ടൈം എടുക്കാതെ ഒരു 3-4 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി റിങ് ചെയ്യുക. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.